ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോകൾ മുഴുവൻ ഫോണിൽ എൻ്റെ ഇൻഷോട്ട് ആപ്പ് ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് കണ്ടാലോ? നമുക്ക് ആദ്യം ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത കുറച്ച് വീഡിയോസാണ് ഇത്. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നേരെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഏത് വീഡിയോസാണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു വീഡിയോ മതിയെങ്കിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ 2 വീഡിയോസാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 2 വീഡിയോസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഡൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ എടുത്ത പേജിലേക്ക് വരും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ആ 2 വീഡിയോസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ടിക്ക് കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ അത് ഇൻഷോട്ടിലേക്ക് പോകും. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് എവിടെ വെച്ചാണോ കട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ആ പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഭാഗം സ്പ്ലിറ്റായി കിട്ടും. അപ്പോൾ വേണ്ടാത്ത പോർഷൻ നമുക്കിവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിലീറ്റ് ആയി പോയിക്കോളും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യും. ഇവിടെ എഫക്റ്റ് ഉണ്ട്, ആ എഫക്റ്റിലേക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിന് വീണ്ടും നമ്മൾ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സൂം ഇൻ സൂം ഔട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടുന്നത് അത് നമ്മുടെ വീഡിയോയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടിക്ക് കൊടുക്കുമ്പോഴത്തേക്കും അതവിടെ അപ്ലൈ ആയിക്കോളും. ഇനി നമുക്ക് മെയിനായിട്ടും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് നമുക്കതിൻ്റെ കളറ് മാറ്റി കൊടുക്കാം, അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റി കൊടുക്കാം, അതിൻ്റെ വലിപ്പം കൂട്ടാം, നമുക്കതിൻ്റെ പൊസിഷൻ നമുക്ക് എവിടെ വെക്കണം എന്ന് വെച്ചാൽ അവിടെ വെക്കാം, അതിന് നമുക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതും ടിക്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് നമ്മുടെ എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ റെസൊല്യൂഷനൊക്കെ സെറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ഗാലറിയിൽ സേവ് ആയി കിട്ടും. എഡിറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് അല്ല, പ്രാക്ടീസ് ചെയ്താൽ ഇൻഷോട്ട് മാത്രം മതി യൂട്യൂബ് വീഡിയോയ്ക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.